ഒരു സമ്പന്നനായ അപ്പന് 2 മക്കളുണ്ടായിരുന്നു. ചെറുപ്പക്കാരനായ മകൻ അപ്പനോട് പറഞ്ഞു, എനിക്കെൻ്റെ അവകാശം ഇപ്പോൾ തന്നെ തരൂ. അപ്പൻ തൻ്റെ സമ്പത്ത് അവന് നൽകി. അവൻ ദൂരദേശത്തേക്ക് പോയി അവിടെ ആഡംബര ജീവിതത്തിലെല്ലാം പാഴാക്കി. പിന്നീട് പണമെല്ലാം തീർന്നപ്പോൾ അവൻ പന്നികളെ മേയ്ക്കുന്ന ജോലിയിലെത്തി. പന്നികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം പോലും അവന് കിട്ടിയില്ല. അപ്പോൾ അവൻ മനസ്സിലാക്കി, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ സേവകരും വിശന്നിരിക്കാറില്ല, ഞാൻ തിരിച്ചു പോകാം. അവൻ അപ്പൻ്റെ അടുക്കൽ മടങ്ങി വന്നു. അപ്പ, ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ അപ്പൻ അവനെ ശാസിച്ചില്ല. ഓടിയെത്തി അവനെ ചേർത്ത് പിടിച്ച് വിരുന്നു നടത്തി സന്തോഷിച്ചു. എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു, കാണാത്തവനായിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അധികം സന്തോഷിച്ചു. നീ ദൈവത്തോടുള്ള ആദ്യ സ്നേഹം വിട്ട് കുറച്ചൊന്ന് മാറിപ്പോകുമ്പോൾ തന്നെ ദൈവം നിനക്ക് ചെറിയ മുന്നറിയിപ്പുകൾ നൽകി തുടങ്ങും. വൈകാതെ തന്നെ ദൈവം തരുന്ന ആ മുന്നറിയിപ്പുകളെ അനുസരിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നതാണ് നമുക്ക് നല്ലത്. ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ അവിടുന്ന് എത്രത്തോളം മത്സരിച്ച് നിൽക്കാമെന്നുള്ള ആത്മവിശ്വാസം നിനക്കുണ്ടെങ്കിൽ അത് ആപത്താണ്. ഫറവോൻ കഠിനപ്പെടുത്തിയതുപോലെ നീ നിന്റെ ഹൃദയത്തെ ആക്കരുത്. ദൈവത്തെ പിണക്കി നിനക്ക് ആകാശത്തിലോ പാതാളത്തിലോ പോയി ഒളിക്കാൻ പറ്റില്ല. മടങ്ങിവരവ് വൈകുന്തോറും ദൈവം നൽകുന്ന മുന്നറിയിപ്പ് നിനക്കുണ്ടാക്കുന്ന പ്രഹരവും വലുതായിരിക്കും. മടങ്ങി വന്ന് കർത്താവിനോട് ചേർന്നിരിക്കാം. ഗോഡ് ബ്ലസ് യു.